ഷേപ്പ് എപ്പോഴും മാർക്കറ്റിൽ നിന്ന് ഔട്ടാവാതെ പുതിയ മോഡലാണെന്ന് എപ്പോഴും തോന്നിക്കുന്ന രൂപത്തിലാണ് ഇതിന്റെ ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ളത്. സൈഡ് പ്രൊഫൈല് കാര്യങ്ങൾ ലൈനുകളൊക്കെ കറക്റ്റ് ആയിട്ടുള്ളത് ഒക്കെ ഒറിജിനൽ ലൈറ്റുകളാണ്. മെഴ്സിഡീസിന്റെ എംബ്ലവും കാര്യങ്ങളൊക്കെ ലൈറ്റിലുണ്ട്. പിന്നെ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഗ്ലാസുകളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒറിജിനൽ മെഴ്സിഡീസിന്റെ ആ സമയത്ത് സിംഗിൾ ഓണറാണ് വണ്ടി. പിന്നെ സ്റ്റിയറിംഗിലാണ് ഗിയർ വരുന്നത്. ആ സമയത്ത് വന്നൊരു പ്രത്യേക മാർക്കറ്റിൽ നിന്ന് ഔട്ടാവാതെ നിൽക്കുന്ന ഒരു ഫേസ് ആണ് ഇതിൻ്റെത്. എല്ലാ ഇലക്ട്രോണിക്കും കാര്യങ്ങളും വർക്കിംഗ് ആണ്. പിന്നെ സീറ്റും ഫ്രണ്ട്സ് റാസി കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് മെഴ്സിഡീസ് ബെൻസിന്റെ E250 പറഞ്ഞൊരു വാഹനമാണ്. നമ്മൾ ഒരുപാട് കാണിച്ചിട്ടുണ്ട് നമ്മളെ ചാനലിലൂടെ. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സെയിലായി പോകുന്നൊരു ടൈപ്പ് വാഹനം കൂടിയാണ് E250. ഒന്നാമത് ഇതിന്റെ ഒരു ഷേപ്പ് എപ്പോഴും മാർക്കറ്റിൽ നിന്ന് ഔട്ടാവാതെ പുതിയ മോഡലാണെന്ന് എപ്പോഴും തോന്നിക്കുന്ന രൂപത്തിലാണ് ഇതിന്റെ ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ളത്. ഇത് 2013 ലാസ്റ്റ് മുതലാണ് ഈ ഒരു ഷേപ്പിലുള്ള വാഹനങ്ങൾ. W212ന്റെ ഫേസ് ലിഫ്റ്റഡ് വാഹനമാണത്. നമ്മൾ ഫേസ് ലിഫ്റ്റ് അല്ല, കമ്പനി ഫേസ് ലിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന നെക്സ്റ്റ് ജനറേഷൻ വാഹനമാണ്. 2013 ലാസ്റ്റിൽ മുതൽ 2016 അവസാന കാലഘട്ടം വരെ ഇറങ്ങിയൊരു മോഡലാണ്. ഇതിന്റെ ഫസ്റ്റ് ജനറേഷൻ ആണത്. അതിൽ സിംഗിൾ സൺറൂഫ് വരുന്നത്. ഇതിൽ ഡബിൾ സൺറൂഫ് വരുന്നതൊക്കെ വരുന്നുണ്ട്. നമ്മുടെ അടുത്ത് വേറെ വണ്ടികളൊക്കെ വരാനുണ്ട് ഡബിൾ സൺറൂഫ് ഉള്ള വണ്ടികളൊക്കെ. ഇത് സിംഗിൾ സൺറൂഫാണ്. പിന്നെ അപ്പോൾ ഇതിന്റെ നമുക്ക് കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിന് മുന്നായിട്ട് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഉണ്ടെങ്കിൽ ശ്രമിക്കുക. നിങ്ങൾ കൂട്ടുകാരിലേക്കൊക്കെ വേണ്ട വാഹന സംബന്ധമായിട്ട് അന്വേഷിക്കുന്ന ആൾക്കാരിലൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വീഡിയോസിലേക്ക് നമുക്ക് കിടക്കാം. ടയർ ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ അത്യാവശ്യം ഒരു 60-65% ടയറും ഉണ്ട്. പിന്നെ അലോയ് വീലും നല്ല നീറ്റിലാണുള്ളത്. ചിലത് സ്ക്രാച്ചൊക്കെ ആയിട്ട് ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇത് നല്ല നീറ്റിലാണ് അലോയ് വീല്. പിന്നെ സൈഡ് പ്രൊഫൈല് കാര്യങ്ങൾ ലൈനുകളൊക്കെ കറക്റ്റ് ആയിട്ടുള്ളത്. പിന്നെ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഗ്ലാസുകളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒറിജിനൽ മെഴ്സിഡീസിന്റെ ആ സമയത്ത് ഇറങ്ങിയ അതേ വർഷത്തിലുള്ള ഗ്ലാസുകളാണ്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല വണ്ടിയിൽ. നല്ല സൈഡ് പ്രൊഫൈലൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെ ഉള്ളത്. വശത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇതിന്റെ E250 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയന്റ് ആണത്. അതിന്റെ CDI ഡീസൽ എംബ്ലം കാര്യങ്ങളും ലൈറ്റൊക്കെ നല്ല ക്വാളിറ്റിയിലാണ്. ഒക്കെ ഒറിജിനൽ ലൈറ്റുകളാണ്. മെഴ്സിഡീസിന്റെ എംബ്ലം കാര്യങ്ങളൊക്കെ ലൈറ്റിലുണ്ട്. ഇവിടെ നോക്കിയാൽ അറിയാവുന്ന ജസ്റ്റ് സൂം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒറിജിനൽ ആണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനുള്ളതാണ്. ഇവിടെ ഒരു എംബ്ലം കാണുന്നുണ്ടല്ലോ, ഇതാണ് മെഴ്സിഡീസിന്റെ ഒറിജിനൽ ലൈറ്റുകളാണ്. റീപ്ലേസ്മെന്റ് ഒന്നും അല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. നല്ല ഒരു ക്വാളിറ്റിയിൽ തന്നെയാണുള്ളത്. പിന്നെ നമുക്ക് ഇവിടെയൊക്കെ ഒക്കെ എല്ലാം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അങ്ങോട്ട് വരുമ്പോൾ സൈഡ് പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഉള്ളത്. ഗ്ലാസുകളെല്ലാം എല്ലാം ഒറിജിനൽ തന്നെയുള്ളത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2013 ലാസ്റ്റിൽ വന്ന വാഹനമാണ്. 14 രജിസ്ട്രേഷനാണ് വാഹനം. ഓണർഷിപ്പ് പറയുന്നത് സിംഗിൾ ഓണറാണ്. പിന്നെ ഗ്ലാസുകൾ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ആണ്, പക്ഷേ കമ്പനിയിൽ നിന്നാണ് മാറിയിട്ടുള്ളത്. ഒറിജിനലാണ്. സർവീസ് ഹിസ്റ്ററിയിൽ ഉള്ളതാണ്. പിന്നെ ബാക്കിയുള്ള എല്ലാ ഗ്ലാസുകളും അതേ വർഷത്തിലുള്ള ഒറിജിനലാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പിന്നെ ഗ്ലാസ് ക്രാക്ക് ആയിട്ട് മാറിയാണ്, ആക്സിഡന്റ് ഒന്നുമല്ല. നിങ്ങൾക്ക് ഹിസ്റ്ററി പരിശോധിച്ചാൽ മനസ്സിലാവും ചെയ്യും. പിന്നെ ഒന്ന് സിംഗിൾ ഓണറാണ് വണ്ടി. പിന്നെ സ്റ്റിയറിംഗിലാണ് ഗിയർ വരുന്നത്. ആ സമയത്ത് വന്നൊരു പ്രത്യേക ഇതാണ്. പിന്നെ ഇതിൽ നമുക്ക് ആൻഡ്രോയിഡ് ചെയ്തിട്ടുണ്ട്. പ്ലസ് റിവേഴ്സ് ക്യാമറ എല്ലാം വരുന്നൊരു ഓപ്ഷൻ കമ്പനിയല്ല, നമ്മൾ അഡീഷണൽ ഫിറ്റ് ചെയ്താണ്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇന്റീരിയർ പരിശോധിക്കുമ്പോൾ നോക്കാം. ഇത് വണ്ടി മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണുള്ളത്. അധികം റീപെയിന്റുകളൊന്നും ഇല്ല. ബമ്പറൊക്കെ നമ്മൾ റീപെയിന്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, ഡൽഹിയിൽ നിന്നൊക്കെ വരുന്ന വാഹനങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയ രീതിയിൽ നമുക്ക് സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ബമ്പറൊക്കെ റീപെയിന്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഓൾമോസ്റ്റ് ചെറിയ ടച്ചപ്പ് ഒക്കെ ഉണ്ട്, എന്നാലും ഓൾമോസ്റ്റ് ഒറിജിനൽ പെയിന്റ് തന്നെയാണ് ഉള്ളത്.
പിന്നെ ഈ ഒരു ഫേസ് എല്ലാവർക്കും അറിയാം, ഏറ്റവും മാർക്കറ്റിൽ നിന്ന് ഔട്ടാവാതെ നിൽക്കുന്ന ഒരു ഫേസ് ആണ് ഇതിൻ്റെത്. നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫ്ലവർ ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് വാം ലൈറ്റ് ഒക്കെ ഈ ഒരു മോഡലിലാണ് ഇത് കമ്പനി ആദ്യമായിട്ട് മെഴ്സിഡീസിൽ E250 കൊണ്ടുവന്നത്. E250 ആണ് ഡീസൽ CDI. പിന്നെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നല്ല ഫിനിഷിങ് തന്നെയാണ്, നല്ല ക്വാളിറ്റി. ക്രോമൊന്നും മങ്ങിയിട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. അത്രയും യൂസ് ചെയ്ത് സിംഗിൾ ഓണർ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ഇത് നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിന് ഇന്റീരിയർ വശങ്ങളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരുപാട് വണ്ടികൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കസ്റ്റമർക്ക് ഒരു ബോറടിയും കൂടി ആവരുത്, എന്നാലും ജസ്റ്റ് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകണം. ഇത് ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ്, ഈ ഒരു മോഡലിന്റെ തൊട്ട് മുന്നേ 2013 ഇതിന്റെ മുന്നത്തെ മോഡലിൽ വന്നൊരു ഇതാണ് ഇത്. സ്റ്റിയറിംഗ് ഇങ്ങനെ 3 സ്പോക്ക് ആയിട്ട് നല്ല ബട്ടണും കാര്യങ്ങളൊക്കെ ഉള്ള. പിന്നെ അതിൽ ഇവിടെ ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്, ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്റ്റിയറിംഗിലാണ് ഗിയർ വരുന്നത്, ഇവിടെയാണ്. പിന്നെ ഈ പറഞ്ഞാൽ ഇതാണ് പെഡൽ ഷിഫ്റ്റ് വരുന്നത്, നമുക്ക് മാനുവലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ് കമ്പനി. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കൊരു സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ എല്ലാം വർക്കിംഗ് ആണ്, എല്ലാ ഓപ്ഷനും ഇതിൽ വരുന്നുണ്ട്. പിന്നെ മെമ്മറി ഫങ്ഷൻസ് ഉണ്ട്, ഒരു വീട്ടിൽ 3 പേർക്കൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം, 3 ആൾക്കാർക്ക്. പിന്നെ പവർവിൻ്റെ സ്വിച്ചസ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. ഇങ്ങനെയൊക്കെയാണ് മൊത്തത്തിൽ. പിന്നെ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് സ്റ്റീരിയോൻ്റെ കൺട്രോൾ കാര്യങ്ങൾ ഒക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇതിൽ ആൻഡ്രോയിഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമുക്ക് വണ്ടി സെയിലായി കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് നമുക്ക് ഒരു ആൻഡ്രോയിഡ് നിങ്ങൾ കെയർ ഓഫിൽ ചെയ്തു തരുമെന്ന്. അപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് മുൻകൂട്ടി ചെയ്തു വെച്ചതാണ്. ഇതിലാകുമ്പോൾ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിൽ ഒറിജിനലി വരുന്നതിൽ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളോ അധികം സെറ്റിങ്സ് ഒന്നും ഇല്ല. ഇതിലാകുമ്പോൾ ഗൂഗിൾ മാപ്പ്, റിവേഴ്സ് ക്യാമറ, യൂട്യൂബ് എല്ലാം നമുക്ക് കിട്ടുന്നൊരു ഇതാണ് നമ്മൾ ഇത് സംവിധാനമാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ AC കൺട്രോൾ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഗ്ലോ ബോക്സ് ഉണ്ട്, ഇവിടെ വരുന്നുണ്ട് ഗ്ലോ ബോക്സ്. പിന്നെ ഉള്ളിൽ തന്നെ പെൻഡ്രൈവ് കുത്താനുള്ള സംവിധാനം, ചാർജിങ് പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്പോർട്സ് മോഡ്, എക്കോ മോഡ് അങ്ങനെയുള്ള മോഡുകളൊക്കെ ഡ്രൈവ് മോഡുകളാണ്, അതും ഇതിൽ വരുന്നുണ്ട്. പിന്നെ മൊത്തം ഇന്റീരിയർ നല്ല ക്ലീനിലാണ്. ഒന്നാമത് സിംഗിൾ ഓണർ വണ്ടിയാണ്, നല്ല ക്ലീനാണ്, നീറ്റാണ് വണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്, നമ്മൾ ഓൾറെഡി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. സൺറൂഫ് എല്ലാ ഇലക്ട്രോണിക്കും കാര്യങ്ങളും വർക്കിംഗ് ആണ്. പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നല്ല ക്വാളിറ്റിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഈ പിറവശത്തിലിരിക്കുമ്പോൾ അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട്. ഇവിടെ കണ്ടോ, ഇരിക്കുമ്പോൾ അത്യാവശ്യം ആയിട്ടുള്ള ഒരാളാണ്, നല്ല അത്യാവശ്യം സ്പേസ് ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ഡോറിൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, കർട്ടൻ. ബാക്കിൽ ഓൾറെഡി കർട്ടൻ ഉണ്ട്, സ്വിച്ചിലാണ്, ഫ്രണ്ട് സ്വിച്ചിലാണ് കൺട്രോൾ ചെയ്യുക. പിന്നെ ഇവിടെ തന്നെ സെപ്പറേറ്റ് ഇത് C ക്ലാസ്സിലൊന്നും വരാത്തൊരു ഫീച്ചേഴ്സാണ്. നമുക്ക് ടെമ്പറേച്ചറും പിന്നെ ഫാനിൻ്റെ കൺട്രോൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. മറ്റേ ഫ്രണ്ടിൽ നിന്ന് മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ ആ ഒരു മാറ്റവും ഇതിൽ കമ്പനി മാറ്റിയപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് പിറകുവശവും എല്ലാം ഉള്ളത് ഓൾറെഡി. അപ്പോൾ ഈ വണ്ടിയുടെ E250 എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും നമ്മൾ ഓൾമോസ്റ്റ് ഇന്റീരിയറിലുള്ളത്, ഓപ്ഷൻസ്, എക്സ്റ്റീരിയറിലുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇതിന്റെ ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ 2013-14 രജിസ്ട്രേഷൻ വരുന്ന മെഴ്സിഡീസ് ബെൻസിന്റെ E250 ആണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. നമ്മൾ പുതിയ ഇൻഷുറൻസ് സെയിൽ ചെയ്യുന്ന സമയത്ത് പുതിയ ഇൻഷുറൻസും ഇതിന്റെ കൂടെ എടുത്തു കൊടുക്കും. പിന്നെ ആൻഡ്രോയിഡ്, റിവേഴ്സ് ക്യാമറ എല്ലാം അഡീഷണൽ നമ്മൾ ചെയ്തൊരു വാഹനമാണ്. പിന്നെ മെയിൻ ക്ലാസ് റീപ്ലേസ് ആണ്, കമ്പനിയിൽ നിന്നാണ് മാറിയിട്ടുള്ളത്. അതിന്റെ ഹിസ്റ്ററി അവൈലബിൾ ആണ്. വെൽ മെയിൻറ്റെയിൻഡ് ആണ്, നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി. കസ്റ്റമർക്ക് വന്ന് നോക്കിയാൽ അറിയാൻ പറ്റും. പിന്നെ കിലോമീറ്റർ ആണ് 83,000 കിലോമീറ്റർ ആണ് വണ്ടി റൺ ചെയ്തിട്ടുള്ളത്. അതിന്റെ ഹിസ്റ്ററി അവൈലബിൾ ആണ് നമുക്ക്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഓൾമോസ്റ്റ് കാര്യങ്ങൾ. ഇതിന്റെ പ്രൈസിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മൾ NOCയിലാണ് ഇതിന്റെ പ്രൈസ് ഉദ്ദേശിക്കുന്നത്. NOCയിൽ നമ്മൾ 12,40,000 ആണ്. അത് ഓൾമോസ്റ്റ് ഒരു ഫൈനൽ റേറ്റ് ആണ്. ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം നമുക്ക് വരുത്താവുന്നേ ഉള്ളൂ. ഏകദേശം ഒരു ഫിക്സ്ഡ് റേറ്റ് തന്നെയാണെന്ന് പറയാം. പിന്നെ നമ്മളെ കസ്റ്റമേഴ്സ് അല്ലേ, വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറൻസ് ചെയ്യാം. കാരണം ക്വാളിറ്റി അത്രയും മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും. പിന്നെ നമ്മൾ പെയിന്റ് ചെക്ക് ചെയ്യുന്ന മെഷീന് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് വണ്ടി ചെക്ക് ചെയ്യാൻ പോകുന്നതും. പിന്നെ സ്കാനറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഡൽഹിയിൽ നിന്ന് വണ്ടികൾ എടുക്കുന്നത്, നേരിട്ട് പോയിട്ടാണ് വണ്ടികളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അത്രയും ക്വാളിറ്റി കൂടി നമ്മൾ നോക്കുന്നുണ്ട്. വില മാത്രമല്ലല്ലോ കാര്യം, ക്വാളിറ്റിയും കൂടി നോക്കിയിട്ട് നമ്മൾ വണ്ടികളൊക്കെ എടുക്കുന്നത്. പിന്നെ ഇത് കേരളത്തിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ ഏകദേശം നമ്മൾ 3 ലക്ഷം രൂപ എന്തായാലും കാണണം. ചിലപ്പോൾ അഡീഷണൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കും, മിനിമം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതും കൂടി അതിൻ്റെ കൂടെ നമ്മൾ എടുക്കുമ്പോൾ കാണേണ്ടി വരും. നമ്മൾ NOC ആണ് എടുത്തു തരാം. അപ്പോൾ അത് ഡൽഹി രജിസ്ട്രേഷനുള്ള വാഹനമാണ്. അപ്പോൾ NOC നമ്മൾ എടുത്തു തരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മൊത്തം ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്നും കൂടി നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം. പിന്നെ നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ അറവൻകര എന്നുള്ള സ്ഥലത്താണ്. അപ്പോൾ ആൾക്കാരൊക്കെ ഒന്ന് വരുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് വേണം വരാൻ. സ്റ്റോക്ക് ഉണ്ടോ, അവൈലബിൾ ആണോ എന്നൊക്കെ നോക്കിയിട്ട് വരാൻ. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.